എടോ, ഗുണകാംക്ഷയാണ് മതം എന്ന് പഠിപ്പിക്കുന്ന ഹദീസിലും ആരോടാ ഗുണകാംക്ഷ എന്ന് പറഞ്ഞിട്ടില്ലേ? അത് അഷ്റഫ് വാക്കയുടെ പ്രസംഗത്തിൽ പറഞ്ഞ് കേട്ടില്ലേ? ഒന്ന് അള്ളാനോട്, ഒന്ന് അള്ളാന്റെ കിതാബിനോട്, ഒന്ന് അള്ളാന്റെ റസൂലിനോട്. ഇനി മുസ്ലിമീങ്ങളോട് പറഞ്ഞത് എങ്ങനെയാ? ആ ഗുണകാംക്ഷയുള്ള നിങ്ങൾ പറഞ്ഞെടുക്കുന്നത് മുസ്ലിമീങ്ങളോട്. മുസ്ലിമീങ്ങളോട് എങ്ങനെയാ റസൂൽ പറഞ്ഞത്? വലിയ ഇമ്മത്തിൽ മുസ്ലിമീൻ വലി ആമ്മത്തിഹിം. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഇമാമുമാരോടും സാധാരണക്കാരോടും. രണ്ട് കൂട്ടരാ മുസ്ലിമീങ്ങളിൽ. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഇമാമുമാരോടും മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ബഹുജനങ്ങളോടും. ആരാ ഇമാമുമാർ? ആരാണ് ഇമാമുമാർ? അനുകരണീയരായ മാതൃകാ പുരുഷന്മാരായ പിന്തുടരപ്പെടേണ്ട മഹാത്മാക്കളായ ആളുകളാണ് അയിമ്മത്ത്. ഈ അയിമ്മത്തിനോടുള്ള ഗുണകാംക്ഷ മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് മഹാന്മാരായ ഇമാമുകളെ അവരർഹിക്കുന്ന വിധം ബഹുമാനിക്കുകയും അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയും അവർ ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ദീനായി മനസ്സിലാക്കി പിൻപറ്റുകയും ചെയ്യുക. നിങ്ങൾ പറയുന്ന എന്താ? പുരോഹിതന്മാർ വലിച്ചെറിയണം അവരെ. കിതാബും സുന്നത്തും മുറുകെ പിടിച്ചോ. കടലാസ് മുറുകെ പിടിച്ചോളി. സൂക്ഷ്മ ജീവിതത്തിന്റെ ഇമാമുകളെ വലിച്ചെറിയണം. അള്ളാന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഹാദാ അവാനു യുഖ്തലസു ഫീഹിൽ ഇൽം. ഇൽമിനെ റാഞ്ചിയെടുക്കപ്പെടുന്ന സന്ദർഭമാണിത്. ഇൽമിനെ റാഞ്ചിയെടുക്കപ്പെടുന്ന സന്ദർഭം. ഇപ്പൊ ഇൽമ് ഉയർന്നു പോകും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ? ഞങ്ങളെ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ഞങ്ങൾ ആൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? എന്നിട്ട് ഈ ഖുർആനും ഇൽമും എങ്ങനെ ഉയർന്നു പോകും? അള്ളാന്റെ റസൂല് പറഞ്ഞു, യാ സിയാദ്, ഓ സിയാദ്, നിന്നെ ഞാൻ മദീനത്തെ വലിയ ഫുഖഹാക്കളിൽപ്പെട്ട ആളാന്നാ വിചാരിച്ചിരുന്നത്. ഇതാ പന്റെ ചോദ്യം. മഹാനായ റസൂലുള്ള പറയാ, ഇതാണോ നിന്റെ ചോദ്യം? നിന്നെ ഞാൻ വിചാരിച്ചത് മദീനത്തെ ഏറ്റവും വലിയ ഫുഖഹാക്കളിൽ വമ്പനാണ്. ഇതാണോ നിന്റെ ചോദ്യം? എന്നിട്ട് നബി പറയാ, ജൂതന്മാരുടെ കയ്യിൽ തൗറാത്തില്ലേ? ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഇഞ്ചീലില്ലേ? ഇഞ്ചീലും തൗറാത്തും കയ്യിലുണ്ടായിട്ട് വായിച്ചിട്ട് പരിഭാഷ ചെയ്ത് വായിപ്പിച്ചിട്ട് അവരിൽ ഇൽമുണ്ടോ? അവരിൽ ഇൽമുണ്ടോ? പിന്നെങ്ങനെയാ പോവുക? ഇൽമിനെ ചുമക്കുന്ന വാഹകർ, ഇൽമിന്റെ വക്താക്കളായ ഉലമാക്കൾ മരിക്കുമ്പോഴാ ഇൽമു പോവുക. ഉലമാക്കളുടെ നെഞ്ചിലാ ഇൽമ്, ഉലമാക്കളുടെ കൽബിലാ ഇൽമ്, ഉലമാക്കളുടെ കൽബിൽ വെളിച്ചമാണ് ഇൽമ്. പ്രശ്നം വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന തൗഫീഖ് കൊണ്ട് തോന്നുന്ന വെളിച്ചമാണ് ഇൽമ്. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരില്ലേ? പുതിയ പുതിയ സംഭവങ്ങൾ വരില്ലേ? പുതിയ പുതിയ എന്തെല്ലാം വരില്ലേ? ഇത് വരുന്ന നേരത്ത് ഫത്ഹുൽ മുഈനിൽ പോലും വ്യക്തമായി കാണാത്തത് പണ്ഡിതന്റെ മനസ്സിൽ തെളിയും. നിങ്ങളെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈലുകളിൽ ഖുർആൻ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഖുർആൻ കയറ്റി വെച്ച ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കാണിച്ചു തന്നു, ഇത് നമ്മൾ കക്കൂസുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതുമ്മ നമ്മൾ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലാതെ തൊടാൻ പറ്റുമോ? ഇതറിയേണ്ട വിഷയല്ലേ? ഇത് ഫത്ഹുൽ മുഈനിൽ കാണുമോ? തുഹ്ഫയിൽ കാണുമോ? മറ്റേതെങ്കിലും ഫിഖിന്റെ കിതാബ് കാണുമോ? കാണൂല. കാണും. രണ്ടുണ്ടാവും. കാണും ചെയ്യും, കാണൂല. കാണുന്നതാരാ കാണുക? പഠിച്ചെടുക്കാൻ കഴിവുള്ള ഉലമാക്കൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്കുള്ള അവരുടെ കൽബിന്റെ അകത്തിൽ നിന്ന് വരുന്ന നൂറുകൊണ്ട് അവരുടെ കണ്ണിൽ തെളിയും. അവർ മനസ്സിൽ പറയും. അവർ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുത്തും. അതാ ഫത്വ. ഈ ഫത്വ അറിയുന്ന ഉലമാക്കളുടെ കൽബിൽ തെളിയുന്നതാണ് നൂർ. ഈ ഉലമാക്കൾ പോകുമ്പോഴാണ് ഇൽമു പോകൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കിതാബും സുന്നത്തും എന്ന കടലാസല്ല നബി തങ്ങൾ ഈ സമുദായത്തെ ഒഴിച്ചിട്ട് പോയതായി പറയുന്നത്. പിന്നെ ഏതാ? കിതാബും സുന്നത്തും വഹിച്ച് ജീവിക്കുന്ന ഉലമാക്കൾ. ആ ഉലമാക്കളാണ് വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ. ഈ അയിമ്മത്തിന്റെ കീഴിൽ മഅ്മൂമുകളായി നിൽക്കേണ്ടവരാണ് ആമ്മത്തുന്നാസ്. മഅ്മൂമുകൾ. ഇമാമ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി മഅ്മൂമ് എന്നാണ് അവൻ തിരിയില്ലേ? വഹാബിക്ക് ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കാണല്ലോ പറയാ. അപ്പൊ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇമാമിന്റെ ചലനങ്ങൾക്കൊപ്പം പിന്തുടരേണ്ടവരാണ് മഅ്മൂമുകൾ. മഅ്മൂമിന്റെ പ്രവൃത്തിയിൽ ചിലപ്പോൾ അത്തഹിയ്യാത്തില്ലാത്ത സമയത്ത് ഇമാമ് ചെയ്തതിനനുസരിച്ച് ചെയ്തോണം. ഇരിക്കണ്ടേ? മഅ്മൂമിന്റെ പ്രവൃത്തിയിൽ ചിലപ്പോൾ ഒരു റക്അത്ത് തന്നെ ഇമാമിന് വേണ്ടി ഏറെ നിർവഹിക്കേണ്ടി വരും.
ചിലപ്പോൾ മഗ്രിബ് നിസ്കാരത്തിൽ 3 റക്അത്തിലും അത്തഹിയാത്ത് ഓതേണ്ടി വരും. ഇതൊക്കെ ഇമാമിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇമാം എന്ത് ചെയ്താലും തുടരാൻ കൽപ്പിക്കപ്പെട്ടവനാമാവും. ആ വിധം ഇമാമാക്കി ഉലമാക്കളെ നിർത്തിയാൽ അവർക്ക് പിന്നിൽ അണിനിരക്കേണ്ട ആമ്മത്തിനെ വേറെ കണ്ടിട്ട് ആമ്മത്തിനോട് ഗുണകാംക്ഷ പുലർത്തണം. എന്താ പുലർത്തേണ്ടത്? തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് വരുമ്പോ ആ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആ തെറ്റുകുറ്റങ്ങൾ തന്മയത്വത്തോടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിക്കുകയും ചെയ്യുക. താക്കീത് നൽകേണ്ടടുത്ത് താക്കീത് നൽകുക. അവരിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ പരമാവധി അവരെ കാഫിറാക്കാൻ ഉപയോഗപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ ഗുണകാംക്ഷ. 100 സാധ്യതകൾ, അതിൽ 99 സാധ്യതയും ഒരാളുടെ മൊഴിയോ പ്രവൃത്തിയോ കൊണ്ട് കാഫിറാകാനാണ്. ഒരു സാധ്യത കൊണ്ട് ചിന്തിച്ചാൽ മാത്രം അയാൾ കാഫിറല്ലെന്ന് വരും. എന്നാൽ ഉലമാക്കൾ വേണ്ടത് ആ ഒരു സാധ്യത പരിഗണിച്ച് ഈ 99 സാധ്യതയും അവഗണിക്കണം. എന്നിട്ട് അയാൾ മുസ്ലിമാണ് എന്ന് പറയണം, കാഫിറാന്ന് വിധിക്കരുത്. നിങ്ങളോ, നിങ്ങൾക്ക് ആരോടെങ്കിലും മുഹിയുദ്ദീൻ ശൈഖേ ഔ ബലപ്പെട്ട തൗഹീദ് പോയി നോക്കിങ്ങോട്ട്, തൗഹീദ് എത്ര ബലമുള്ളതായി തൗഹീദ്. നമ്മളെ 40ാമത്തെ ഉപ്പാപ്പ നിരന്തരമായി മൂമിനായി വന്നിട്ട് പരമ്പരാഗതമായി നമ്മൾ പോന്ന ഓലിന്ന് കിട്ടിയ ഈ തൗഹീദിനെ തകർക്കാൻ ഒന്നിനും ആവൂല. ഈ തൗഹീദ് മമ്പർത്ത തങ്ങള് എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് തെറിക്കണെങ്കിലും ഇതാ ഒരു തൗഹീദ്. ഈ ജാതി തൗഹീദൊക്കെ പറയാൻ നിങ്ങൾ എവിടുന്ന് പഠിച്ചതാ തൗഹീദ്? നിങ്ങൾ എവിടുന്ന് പഠിച്ചു ശിർക്ക്? ശിർക്കിന്റെ നിർവചനം പറയേ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയാണ് ശിർക്ക് എന്ന് പറയരുത്, അത് പൊട്ടയാ. ആ വാദം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹബീബായ നബി ആഖിറത്തിനെ പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായ ഒരു ഹദീസ് കാണാം. എല്ലാവരും സ്വർഗ്ഗത്തിൽ നരകത്തിൽ കിടത്തിയതിന് ശേഷം നരകത്തിൽ നിന്നൊരാൾ അള്ളാഹു പുറപ്പെടുവിക്കും. ആ പുറപ്പെടുവിക്കുന്ന ആളുടെ വലതും പൂപ്പൊക്കെ വിവരിക്കുന്നത് ഞാൻ പറ്റി പറയുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് നബി പറയുന്നു, ഒരു നല്ല അമലും ഒരു നന്മയും അയാളുടെ പ്രവർത്തിയില്ല. വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വാസം മാത്രമുള്ള ഒരു വിശ്വാസത്തും ഇല്ലാത്ത ഒരാളെ അല്ലാഹു തആല അവസാനം നരകത്തിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തെ ശുപാർശ പ്രകാരം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഖാല റസൂലുള്ളാഹി. അത് നബി തങ്ങൾ വിവരിക്കുന്നത് തിരിയില്ലെങ്കിൽ ജമാഅത്തുകാർ പുറത്തിറക്കുന്ന ബുക്കിലും കാണും. പരലോകത്തെക്കുറിച്ച് ഓല് പുറത്തിറക്കണ്ടല്ലോ, അതൊന്നും എടുത്തു നോക്കി ഹദീസ് കാണാ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വരുന്നതും അള്ളാന്റെ മുമ്പിൽ വരുന്നതും ചോദിക്കുന്നതൊക്കെ ഇയാളെ നബി എന്താ വിശേഷിപ്പിച്ചത്? തൗഹീദ് മാത്രമേയുള്ളൂ, ഒരു ഇബാദത്തും ചെയ്തില്ല. ഈ മണ്ടന്മാരുടെ തൗഹീദ് പ്രകാരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താലേ തൗഹീദ് ഉണ്ടാവൂ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താലേ ശിർക്ക് ഉണ്ടാവൂ. ഇനി ഒരാൾ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ വിശ്വസിച്ചു പക്ഷെ ഇബാദത്തൊന്നും ചെയ്തില്ല, എന്നാ ബൽക്ക് ശിർക്ക് ഉണ്ടാവില്ല. കാരണം എന്തേ? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തില്ലല്ലോ. ഇബാദത്ത് എന്ന ചെയ്തിയിലേക്ക് കൊണ്ടുപോയി, പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി ശിർക്കിനെ കെട്ടിയതും തൗഹീദിനെ കെട്ടിയതുമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബി പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ഒന്നാമത്തെ സൂത്രം. അവിടെ പിഴച്ചു നിങ്ങൾ, അത് മനസ്സിലാക്കുന്നിടത്ത് പിഴച്ചു. അദ്ദേഹം അത്തൗഹീദ് എന്ന കിതാബ് ഉണ്ടാക്കുമ്പോ അതിൽ കാണിച്ച വികൃതി ഇതാണ്. ഈ വികൃതിയിലൂടെ വന്നതാ നിങ്ങളുടെ ശിർക്കാരോപണം. ആ ശിർക്കാരോപണം നിർത്താൻ നിങ്ങൾ തൗഹീദും ശിർക്കും ശരിക്കും പഠിക്കുക, പഠിച്ച് വിവരം പറയുക. കർമ്മം കൊണ്ട് ശിർക്ക് വരുമോ എങ്കിൽ തെളിയിക്കണം. തൗഹീദ് എന്നത് കർമ്മം കൊണ്ട് വരുമോ എങ്കിൽ തെളിയിക്കണം. കർമ്മം തൗഹീദിന്റെ ഭാഗമാകാം, അത് വേറെ വിഷയം. തൗഹീദ് എന്ന അടിസ്ഥാനപരമായി